നഹ്വിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ജലസ്തുൽ ബിൻതാനി എന്താണ് വരിക? ആൻസർ അയ്യുനുഹുമ, ബി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റഅയ്തു ഡാഷ് തൊലബത്ത എന്നാണ് വരിക. ആൻസർ ഒന്നാണ് വരിക. അവിടെ അത് മരിഫയാണെന്ന് ഷർത്തുണ്ട്, അതുകൊണ്ട് അത്തൊലബ എന്നാണ് വരിക. നാലാമത്തത് നെക്കിറാണ്, അതുകൊണ്ട് അത് വരികയില്ല. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഡി ആണ് ശരി. ഹലറത്ത് തോലിബത്താനി അല്ലേ, രണ്ട് പെൺകുട്ടികൾ ഹാദറായി അല്ലേ, അവിടെ ഫായിലാണ്. എന്ത് വരണം? കിൽത്താഹുമ എന്ന് വരണം. കിലെങ്കിൽ തസ്നിയൻ്റെ ഇറാബാണ് വരിക. ബാക്കിയുള്ളതൊക്കെ എന്താണ്? തസ്നിയൻ്റെ ഇറാബ് അലിഫ് കൊണ്ടാണ് റഫ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് എന്ന് വരും. ഇനി അടുത്ത ഉദാഹരണം ഏതാണ്? തഅല്ലംതുൽ ഖുർആന കുല്ലഹു. ഇവിടെ അജ്മ, കുല്ലിൻ്റെ കൂടെ ഏതാണ് വരിക? അജ്മ എന്നാണ് വരിക. കുല്ലഹു എന്നതിൻ്റെ കൂടെ ഏതാണ് എങ്ങനെ വരിക? അജ്മ എന്നാണ് വരിക. ഓക്കെ. അടുത്തത് റജഅത്തുല്ലാബു ഏതാണ് വരിക? ആൻസർ ബി യഫൂസുന എന്നാണ്. തെറ്റിക്കരുത്, കാരണം യഫൂസുന എന്നുള്ള ഫീൽ മുളാരിയാണ്. ഫീൽ മുളാരി അവിടെ ആ ഫീൽ മുളാരിയാണ് ഇവിടെ ഹാലായി വന്നിട്ടുള്ളത്. ഫീലും യഫൂസുന എന്നുള്ളത് ഫീൽ മുളാരിയാണ്, അതിൻ്റെ മഹല്ലിലാണ് നസ്ബ് എന്ന് വെക്കേണ്ടി വരും. ഓക്കെ. അടുത്തത് റജഅത്തുൽ മദ്രസത്തി മസ്റൂരീന എന്നാണ് വരിക. ഓക്കെ, സംശയമല്ലല്ലോ. തുല്ലാബ് എന്നുള്ളത് സ്വായിബ് ഹാല്. അപ്പം അതിൻ്റെ ഏത് രൂപത്തിലാണ് വരേണ്ടത്? തുല്ലാബ് എന്നുള്ള ജമ്മാണ്, അപ്പോൾ ഏതാക്കണം? മസ്റൂരീന അല്ലേ. മസ്റൂന എന്ന ജമുദക്കർ സാലിമ. ജമുദക്കർ സാലിമിൻ്റെ നസ്ബ് എങ്ങനെയാണ്? യാവ് കൊണ്ട്. അടുത്തത് ഹസലത്തു അല ഹഖായിബ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വയർ മുൻസരിഫ് ആയതുകൊണ്ട് ഫതഹത്ത് കൊണ്ട് എന്താണ്? ജറ് അല്ലേ. ജമ്മാക്കണം, ജറ് കൊടുക്കണം. പക്ഷെ ഇവിടെ ഹഖായിബ എന്ന് പറയാനുള്ള കാരണം വയർ മുൻസരിഫ് ആയതുകൊണ്ട്. ഇനി ഷരിബ്തുൽ മരീളാത്തു അൽ കഹ്വ അല്ലേ. മരീളാത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അൽ മരീളാത്തു എന്നതിൻ്റെ കൂടെ ഏതാണ് വരിക? ജാലിസാത്തിൻ എന്നാണ് വരിക. ഓക്കെ. കുടിച്ചു അല്ലേ, രോഗികൾ കുടിച്ചു. ഹാൽ ഏത് സ്ഥിതി? ഇരുന്ന് കുടിച്ചു. ഓക്കെ. അവിടെ മരീളാത്തു എന്നുള്ളതിനോട് യോജിച്ചതാണ് ജാലിസാത്തിൻ. ഓക്കെ. അതുകൊണ്ടാണ് അലിഫാവും താവുള്ള ഏതാണ്? ജമു മുഅന്നസ് സാലിം. മുഅന്നസ് സാലിമിന് എങ്ങനെയാണ് നസ്ബ്? എങ്ങനെയാണ്? കസ്റത്ത് കൊണ്ട്. അടുത്ത ചോദ്യം. ഇസ്തറൈതു കംഹിൻ. എന്നുള്ളതിൽ തൻവീനില്ല, അടുത്ത ഇലാഫത്ത് ചെയ്യണം. അപ്പോൾ കുംഹിൻ എന്ന് വരണം. ഈ സോഅൻ എന്ന് വന്നെങ്കിൽ കുംഹിൻ എന്നുള്ളത് ശരിയായിരുന്നു. ഓക്കെ. എന്നുള്ളതിൻ്റെ തമീസ് അല്ലേ. ഇവിടെ എന്ത് പറ്റുമായിരുന്നു? 3 രൂപം പറ്റും അല്ലേ. ഫതഹുൻ നസ്ബൊക്കെ കൊടുക്കുക. പക്ഷേ ഇവിടെ എന്നാണ് കൊടുത്തത്, അതുകൊണ്ട് കുംഹിൻ ഇലാഫത്ത് ചെയ്യാൻ അവസരമുള്ളൂ. അടുത്തത് ഇവിടെ ഹുലുക്കൻ കലാമൻ തവാദ് ഇതൊക്കെ മൽഹൂലാണ്. ഇവിടെ തമീസ് എന്താണ്? അളവും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അളക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇവിടെ തമീസായി. അതിൻ്റെ പേരെന്താണ്? മൽഹൂദ് എന്നാണ്. ഓക്കെ. ഇനി ഇവിടെ ഷറഹുൽ ഉസ്താദ് മൗദൂഅ. ഇതിൽ ബദൽ മിൻഹു ഏതാണ്? മുഅല്ലമ എന്നുള്ളതാണ് ബദൽ. ബദൽ മിൻഹു മൗദൂഅ എന്നുള്ളതാണ് ആൻസർ. ഇനി ആ ജുംലത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഇസ്തിമാൽ ബദൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഡി ആണ് ഉത്തരം അല്ലേ. അത്രബനിൽ മോന സൗത്തഹു. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഉമർ അൽ ഫാറൂഖിലെ കുല്ല് ബദലാണ്. ഇസ്ഫ എന്നുള്ളതും ഷിമാൽ എന്നുള്ളതൊക്കെ അതിൻ്റെ ബദലാണ്. സൗത്ത് എന്നുള്ളതാണ് ഇസ്തിമാൽ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. ഡി ആണ് ഉത്തരം. അത്രബനി അൽ മോനി സൗത്ത്, ഇതാണ് ഇസ്തിമാൽ ബദൽ. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് മറത്തു മുഹമ്മദുൻ ബി അഖീക അദ്നാന അല്ലേ. ബി അഖീക എന്നുള്ളിടത്ത് ജാർ മജ്റൂർ അല്ലേ. ബി അഖീക അതിനോട് എന്താണ്?
ബദൽ വന്നതാണ് എന്ത് ബദൽ മുത്താബക്ക്. അപ്പം അദ്നാന എന്നുള്ള ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട് ഫത്ഹത്ത് കൊണ്ട് ജറ്.